ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വോയിസ് സെൻഡ് ചെയ്തിട്ട് അത് നമുക്ക് എങ്ങനെ റിപ്പീറ്റ് സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് കേൾക്കാം എന്നത് നോക്കാം. ഫസ്റ്റ് വോയിസ് സെൻഡ് ചെയ്യുക, എന്നിട്ട് ബാക്ക് അടിക്കുക. പിന്നെ ഒന്നുകൂടി ആ മെസ്സേജിലേക്ക് പോയാൽ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേ ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണോ സെൻഡ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് അങ്ങനെ. പിന്നെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ളത്, അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ ആഷ് ഒന്നും ചെയ്യാതെ എങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പ്രസ് ചെയ്തിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ ബോൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ബോൾഡ് ചെയ്ത് സെൻഡ് ചെയ്യുക. പിന്നെ ഇറ്റാലിക് ആക്കാൻ വേറെ ഓപ്ഷൻ തന്നെ ഉണ്ട്, ഇറ്റാലിക് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇറ്റാലിക് ആവും. നമ്മൾ ആഷും സ്റ്റാറൊന്നും കൊടുക്കാതെ തന്നെ അതാവും. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതൊരു അടിപൊളി ഫീച്ചറാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഫോണിലത്തെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യാതെ അതിലും യൂസ് ചെയ്തുകൊണ്ട് വേറെ ഫോണിലേക്ക് ഈ വാട്സപ്പ് ഇതേ നമ്പർ തന്നെ എങ്ങനെ കൊണ്ടുവരാമെന്നത് നോക്കാം. അതിന് നമുക്ക് വേറെ ഏത് ഫോണിലേക്ക് ആവശ്യമുള്ളത് ആ ഫോൺ എടുക്കണം. അപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തു. അതിൽ നമുക്ക് ഫസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആവും. അപ്പോൾ വാട്സപ്പ് വെബിന് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് വെബ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വരുന്ന പോലെ വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ലോഡായി വന്നാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. QR കോഡ് ഉണ്ടാവും. അത് നമ്മൾ ഏത് ഫോണിലത്തെ അതാ വേണ്ടത് ആ ഫോണിൽ സ്കാൻ ചെയ്യുക. അപ്പോൾ ആ ഫോണിലത്തെ നമ്മുടെ വേറെ ഫോണിലേക്ക് ഈ ഫോണിലത്തത് ഒന്നും ക്യാൻസൽ ആവാതെ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ എന്തും സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ട്രിക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് സ്റ്റാറ്റസ് എല്ലാവരും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സ്റ്റാറ്റസ് എങ്ങനെ വൈഡായിട്ട് ഫുൾ സ്ക്രീനിൽ എങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. അത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതി ഒന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു ഇതെങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ആംഗിളിൽ കൊണ്ടുവരാൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഇതിന് ഒരു ആപ്പ് ആവശ്യമുണ്ട്. ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ആപ്പിൻ്റെ പേര് വീഡിയോ മേക്കർ എന്നാണ്. വീഡിയോ മേക്കർ എടുക്കുക.
അപ്പോൾ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ഇൻട്രോ തന്നെ സെലക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ 30 സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 30 സെക്കൻഡ് എടുത്തിട്ട് അപ്പോൾ ഇത് വൈഡായിട്ടല്ല വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് എങ്ങനെ ഫുൾ സ്ക്രീൻ വൈഡായിട്ട് കൊണ്ടുവരാമെന്ന് നോക്കാം. അതിന് അതന്നെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ വീഡിയോ സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് BG എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. BG ഫോക്കസ് ആവുന്നില്ല. BG എന്നുള്ള ഓപ്ഷനിൽ 1.1/2 എന്ന റേഷ്യോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യുക. സേവ് എന്ന ഓപ്ഷനിൽ സേവ് ചെയ്ത് 1080p റെസൊല്യൂഷനിലിട്ട് ലോ ക്വാളിറ്റിയിൽ നിന്ന് ഹൈ ക്വാളിറ്റി ആക്കി സേവ് ചെയ്യുക. സേവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, ആഡ് വരും, അത് സ്കിപ്പ് ചെയ്യുക.